നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 824th day. Today 46th sloka of Prathama Skanda 8th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 824 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 46ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 46ാമത്തെ ശ്ലോകം. താംഭാടമിത്യുപാമന്ത്ര്യ പ്രവിശ്യ ഗജസ്വാഹ്വയം, സ്ത്രിയശ്ച സ്വപുരം യാസ്യൻ പ്രേംണാ രാജ്ഞാ നിവാരിത. ഓം തത്സത്. താംഭാടമിത്യുപാമന്ത്ര്യ പ്രവിശ്യ ഗജസാഹ്വയം, സ്ത്രിയശ്ച സ്വപുരം യാസ്യൻ പ്രേംണാ രാജ്ഞാ നിവാരിത. ഓം തത്സത്. താം പദം പിരിക്കേണ്ടത് ഭാടം ഇതി ഉപാമന്ത്ര്യ പ്രവിശ്യ ഗജസാഹ്വയം, സ്ത്രിയ ച സ്വപുരം യാസ്യൻ പ്രേംണ രാജ്ഞ നിവാരിത. അതായത് ഗജസാഹ്വയം ഹസ്തിനപുരത്തെ, ഗജസാഹ്വയം എന്ന് ഹസ്തിനപുരത്തെയാണ് പറയുന്നത്. ഹസ്തിനപുരത്തെ പ്രവേശിച്ചിട്ട് താം അവളോട് ഭാടം ഇതി അങ്ങനെയാവട്ടെ എന്നു പറഞ്ഞിട്ട്, സ്ത്രീയച മറ്റുള്ള സ്ത്രീകളോടും ഉപാമന്ത്ര്യ യാത്ര പറഞ്ഞിട്ട്, സ്വപുരത്തെ യാസ്യൻ പ്രവേശിക്കാൻ ഒരുങ്ങിയവനായിട്ട്, രാജ്ഞ യുധിഷ്ഠിരനാൽ പ്രേംണ പ്രേമം നിമിത്തം നിവാരിത തടുക്കപ്പെട്ടു. എനിക്ക് നിന്നിൽ അനന്യമായ പ്രീതി ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ച കുന്തിയോട് അപ്രകാരം തന്നെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം തേർ നിൽക്കുന്ന സ്ഥാനം വിട്ട് രാജധാനിയിൽ കടന്ന്, അതായത് ആ ഹസ്തിനപുരത്തിൻ്റെ ഉള്ളിൽ കടന്ന്, ഭഗവാന്റെ ഇതിൽ കടന്ന്, കൊട്ടാരത്തിനുള്ളിൽ കടന്ന്, രാജധാനിയുടെ ഉള്ളിൽ കടന്ന് സുഭദ്ര മുതലായിട്ടുള്ള മറ്റുള്ള സ്ത്രീകളോടും യാത്ര പറഞ്ഞ് സമ്മതം വാങ്ങി സ്വന്തം രാജധാനിയായ ദ്വാരകയിലേക്ക് പോകാൻ പുറപ്പെട്ട കൃഷ്ണനെ ധർമ്മപുത്രർ പ്രേമം നിമിത്തം കുറേ നാൾ കൂടെ ഇവിടെ താമസിച്ച ശേഷം പോകാം എന്ന് പറഞ്ഞ് തടുത്തു. അതായത് ഭഗവാൻ മധുരയിലേക്ക് പോകാൻ ഒരുങ്ങി 2-3 പ്രാവശ്യമായി കണ്ടു. ഒരിക്കൽ പോകാൻ പുറപ്പെടുമ്പോൾ ഉത്തര ഓടി വന്ന് ഭഗവാനെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. വീണ്ടും പോകാൻ പുറപ്പെടുമ്പോൾ ഇതാ കുന്തി ദേവി തൻ്റെ സ്തുതി കൊണ്ട് പോകരുത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും പുറപ്പെടുമ്പോൾ, എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകാൻ പുറപ്പെടുമ്പോൾ ധർമ്മപുത്രർ വന്ന് തൻ്റെ സ്നേഹം നിമിത്തം പോകരുത്, കുറച്ചുനാൾ കൂടി ഇവിടെ താമസിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ തടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാനോടുള്ള പ്രേമം നിമിത്തം ഭഗവാൻ പിരിഞ്ഞു പോകുന്നത് അവർക്കാർക്കും സഹിക്കാൻ പറ്റുന്നില്ല. അതാണ് ശ്ലോകങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ ശ്ലോകങ്ങളിലായിട്ട് കുന്തിദേവി സ്തുതിച്ചു. ഇപ്പോൾ വീണ്ടും ഭഗവാൻ കുന്തിദേവി അനുഗ്രഹിച്ച് പോകാൻ പുറപ്പെടുമ്പോൾ ധർമ്മപുത്രർ അടുക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. താം ഭാടമിത്യുപാമന്ത്ര്യ
പ്രവിശ്യ ഗജസാഹ്വയം സ്ത്രിയശ്ച സ്വപുരം യാസ്യൻ പ്രേംണാ രാജ്ഞാ നിവാരിത. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.